പ്രവാസികൾക്ക് ആശ്വാസം. എയർ ഇന്ത്യയും എയർ ഇന്ത്യ എക്സ്പ്രസും കേരളം ഉൾപ്പെടെയുള്ള ഇന്ത്യൻ നഗരങ്ങളിൽ നിന്ന് ഗൾഫ് മേഖലയിലേക്ക് കൂടുതൽ വിമാനങ്ങൾ പ്രഖ്യാപിച്ചു. യാത്രക്കാരുടെ വർധനവ് പരിഗണിച്ചാണ് നീക്കം. അതേസമയം കുവൈറ്റിൽ നിന്ന് കൊച്ചി, തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള നഗരങ്ങളിലേക്ക് വിമാന സർവീസുകൾ പുനരാരംഭിക്കും. പ്രവാസികൾക്ക് ഇരട്ടി സന്തോഷം. ഇനി ആശ്വസിക്കാം. യാത്രക്കാരുടെ വർധനവ് പരിഗണിച്ച കൂടുതൽ മാറ്റങ്ങൾ വരുന്നു. എയർ ഇന്ത്യയും എയർ ഇന്ത്യ എക്സ്പ്രസും കേരളം ഉൾപ്പെടെയുള്ള ഇന്ത്യൻ നഗരങ്ങളിൽ നിന്ന് ഗൾഫ് മേഖലയിലേക്ക് കൂടുതൽ വിമാന സർവീസുകൾ ആരംഭിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വിവിധ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലേക്ക് ഏകദേശം 42 മുകളിൽ സർവീസുകളാണ് എയർ ഇന്ത്യ നടത്തിയത്. ഇതിൽ ഷെഡ്യൂൾ ചെയ്ത വിമാനങ്ങൾക്ക് പുറമെ യുഎയിലേക്കുള്ള പ്രത്യേക വിമാനങ്ങളും പുറപ്പെട്ടു. കേരളത്തിൽ നിന്നുള്ള പ്രവാസികൾക്ക് ഏറെ ഗുണം ചെയ്യുന്ന രീതിയിലാണ് ഈ സർവീസുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. കൂടാതെ ഒമാനിലെ മസ്കത്തിലേക്ക് കൊച്ചി, കോഴിക്കോട് എന്നിവിടങ്ങളിൽ നിന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് ഷെഡ്യൂൾ ചെയ്ത രീതിയിൽ തന്നെ വിമാന സർവീസുകൾ നടത്തുന്നുണ്ട്. യുഎയിലേക്കുള്ള അഡ്ഹോക് സർവീസുകളിൽ കൊച്ചി, കോഴിക്കോട്, തിരുവനന്തപുരം വിമാനത്താവളങ്ങളിൽ നിന്നുള്ള വിമാനങ്ങളും ഉണ്ട്. യുഎയിലേക്ക് പ്രത്യേക 26 വിമാനങ്ങളാണുള്ളത്. ദുബായ്, അബുദാബി, ഷാർജ, റാസൽ ഖൈമ എന്നിവിടങ്ങളിലേക്ക് ആകെ 26 പ്രത്യേക അഡ്ഹോക് വിമാനങ്ങളാണ് സർവീസ് നടത്തുകയെന്നാണ് അറിയുന്നത്. അതേസമയം അലൈൻ, സലാല, റിയാദ്, ദമാം തുടങ്ങിയ ഇടങ്ങളിലേക്കുള്ള വിമാനങ്ങൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണെന്നും അധികൃതർ അറിയിച്ചു. ജിദ്ദയിലേക്ക് ഡൽഹി, മുംബൈ, ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ നിന്നായി 16 സർവീസുകളാണുള്ളത്. കൂടാതെ നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്തവരും ആശങ്കപ്പെടേണ്ടതില്ല. അതായത് സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെച്ച സെക്ടറുകളിൽ നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്തവർക്ക് സന്തോഷ വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അധിക നിരക്കില്ലാതെ മറ്റൊരു തീയതിയിലേക്ക് ടിക്കറ്റ് മാറ്റാനോ, അതായത് റീബുക്കിംഗ് അല്ലെങ്കിൽ തുക പൂർണ്ണമായി തിരികെ വാങ്ങാനോ അവസരമുണ്ടെന്നാണ് എയർ ഇന്ത്യ അറിയിക്കുന്നത്. എയർ ഇന്ത്യ വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ ടിയ എന്ന വാട്സ്ആപ്പ് അസിസ്റ്റന്റ് വഴിയോ യാത്രക്കാർക്ക് വിവരങ്ങൾ ലഭ്യമാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. വടക്കേ അമേരിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ തുടങ്ങിയ ഇടങ്ങളിലേക്കുള്ള വിമാനങ്ങൾ പതിവ് പോലെ തുടരുമെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ കുവൈറ്റിൽ നിന്ന് കൊച്ചി, തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള നഗരങ്ങളിലേക്ക് വിമാന സർവീസുകൾ പുനരാരംഭിക്കുമെന്നും ജസീറ എയർവേസ് അറിയിച്ചു. കുവൈറ്റ് വിമാനത്താവളം അടച്ചിരിക്കുന്നതിനാൽ സൗദിയിലെ ഹഫർ അൽ ബത്തിൻ ഗയീസുമ വിമാനത്താവളത്തിൽ നിന്നായിരിക്കും സർവീസുകൾ നടത്തുക. ടിക്കറ്റുകൾ കുവൈറ്റിൽ നിന്ന് ബുക്ക് ചെയ്യാൻ സാധിക്കുമെന്നാണ് അധികൃതർ പറയുന്നത്. ഗയീസുമ വിമാനത്താവളത്തിൽ നിന്ന് കുവൈറ്റിലേക്കും തിരിച്ചും ബസ്സിലാണ് യാത്രക്കാർക്കുള്ള യാത്രാ സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.